ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവന്തികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, ഇനി ഇത് അധികം നാൾ വെച്ച് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും അവന്തിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ മുത്തശ്ശി പറയുന്നുണ്ട്, അത് അവനോട് ചോദിക്കാതെ എടുത്ത് ചാടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും, അവൻ്റെ ഇഷ്ടവും താല്പര്യമൊക്കെ അറിയണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഇഷ്ടവും താല്പര്യവും അറിഞ്ഞ് ഒരു വിവാഹം നടത്തിയതല്ലേ, അവൻ ആ വിവാഹത്തിന് അവൻ തന്നെയാണല്ലോ ഇവിടെ കൊണ്ടുവന്നതും നടത്തിയതും എല്ലാ കാര്യവും നോക്കിയതും അവൻ തന്നെ. പക്ഷെ എന്ത് പറ്റിയത്, അത് ഫ്ലോപ്പായി പോയി. ഏതായാലും ഇനിയിപ്പം വേറെ ആരോടും ചോദിക്കാനൊന്നുമില്ല, ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണം. അവന്തികയും കാത്തിരിക്കുകയല്ലേ, അവളെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവളുടെ മനസ്സാൽ ഇങ്ങോട്ട് വന്നതല്ലേ. ഏതായാലും പുറത്ത് പോകുന്നതിനേക്കാൾ കുടുംബത്തിൽ രണ്ടുപേരെ തമ്മിൽ വിവാഹം കഴിക്കുന്നതല്ലേ നല്ലത്, പുറത്തുനിന്ന് ഒരാളെ വിവാഹം കഴിച്ചിട്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ കാര്യം തീരുമാനിക്കാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടി നമ്മുടെ ദേവയാനിയെയും ജയനെയും അജയനെയും ജാനകിയൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പം ജാനകിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം ജാനകി പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താമെന്ന് തന്നെയാണ്. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, അനിയുടെ തീരുമാനം നമുക്കറിയില്ല, എങ്കിൽ പോലും എല്ലാവർക്കും സമ്മതമായി ഈ വിവാഹത്തോട്. അനിയുടെ തീരുമാനം നമുക്കറിയാതെ അവനെന്തേലും ഇഷ്ടക്കേട് കാണുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മുത്തച്ഛൻ അവിടെയും പറയുന്നുണ്ട്, അവനെന്ത് ഇഷ്ടക്കേട്, അവനൊരു ഇഷ്ടക്കേടും ഇല്ല, ഈ വിവാഹം നമ്മൾ നടത്തുക തന്നെയാണ് ചെയ്യേണ്ടത്, ഞാൻ അവന്തിക മോക്ക് വാക്ക് കൊടുത്തതാണ്, അപ്പോൾ എനിക്ക് ഈ വിവാഹം നടത്താതെ യാതൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ആദ്യത്തെ വിവാഹ ജീവിതം ഫ്ലോപ്പായി പോയതല്ലേ, അതുപോലെ ഒരിക്കലും വീണ്ടും ആകരുത് എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനുവേണ്ടി തന്നെ ഈ ഒരു വിവാഹം നടത്തുന്നത്. അപ്പം ജാനകിയും പറയാം, അല്ലെങ്കിലും പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നതിനേക്കാൾ നല്ലത് അകത്തുനിന്ന് ഒരാളെ എടുക്കുന്നതല്ലേ. എനിക്കാണെങ്കിൽ അവന്തിക മോളെ ഭയങ്കര ഇഷ്ടമാണ്, മിടുക്കി കുട്ടി അവള് നേരിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതല്ലേ അനിയെ ഇഷ്ടമാണ് എന്ന്, നേരിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതല്ലേ, മിടുക്കി കുട്ടി തന്നെ അവള്. അപ്പം അവളുമായിട്ടുള്ള വിവാഹം നമുക്ക് തീരുമാനിക്കാം, അവളുമായിട്ടുള്ള വിവാഹം തന്നെ നടത്താം. അപ്പം മുത്തശ്ശൻ പറയാം, എന്നാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ആയാലോ, അടുത്ത ഞായറാഴ്ച നമുക്ക് നിശ്ചയിച്ചു വെക്കാം. അപ്പം ജയം പറയുന്നുണ്ട്, അല്ല ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പം അങ്ങനെ എടുത്തു ചാടി നമുക്ക് വിവാഹം നടത്താൻ പറ്റത്തില്ലല്ലോ ഡിവോഴ്സ് കഴിയാതെ. ഇപ്പം അനാമികമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ അച്ഛാന്ന് പറയുമ്പം അത് സാരമില്ല, ഇപ്പം നമ്മൾ നടത്തുന്നത് ഒരു എൻഗേജ്മെൻ്റ് അല്ലേ, വിവാഹമല്ലല്ലോ. വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഓൾറെഡി ഒരു വിവാഹിതരാണെങ്കിൽ പ്രശ്നം വരുന്നുള്ളൂ. ഇതിപ്പം എൻഗേജ്മെൻ്റ് അല്ലേ, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്, അതിനൊരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഈ ഒരു വീട്ടിനകത്ത് വെച്ച് ഇത് നടത്തുന്നു, പുറത്താരും ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പം എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ജാനകിക്ക് പെട്ടെന്ന് നടത്തിയാൽ മതി എന്ന്. ജാനകി പറയുന്നുണ്ട് ഓക്കെ ആണ് എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ അവന്തിക നിൽപ്പുണ്ട്. അപ്പോൾ അവന്തികയ്ക്ക് ഈ അടുത്ത ഞായറാഴ്ച എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവന്തിക അങ്ങ് മാറിപ്പോകാണ്ട്, ഒരു ചെറിയ നാണമൊക്കെ വന്നിട്ട് അവന്തിക അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അജയനാ പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, നയനയോടും ആദർശനോടും കൂടി ഒന്ന് തീരുമാനിച്ചേക്കാം, അവരോടും കാര്യങ്ങളൊക്കെ പറയാം, അവരെ കൊണ്ട് സമ്മതിപ്പിക്കാം, അനിയ വിവാഹത്തിന് അവരോട് പറഞ്ഞ് അവർ സമ്മതിപ്പിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ്റെ ദേഷ്യം വന്നിട്ട്, ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയി നിൽക്കുന്നവരോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, എന്ത് പറഞ്ഞാലും എന്ത് വന്നാലും ലാസ്റ്റ് ഒരു നയനയും ആദർശും എന്താ നിങ്ങൾ ഈ പറയുന്നത്, അതൊന്നും വേണ്ട, ഇവിടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞാൽ മതി, അല്ലാതെ പുറത്തൊന്നും പോയി ആരോടും പറയുകയോ വിളംബരം ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട, ഞാൻ പറഞ്ഞതാണ്, ഇത് പ്രത്യേകിച്ച് ഈ വിവാഹം പുറത്തറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ആരും കൂടുതൽ ആദർശിനെ നയനിയൊന്നും അറിയിക്കാൻ പോകണ്ട, പോയവർ പോയി, ഇനിയിപ്പോൾ അവരുടെ പുറകെ തേടി പിടിച്ച് നടന്നേക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഈ സമയത്ത് ദേവയാനി വല്ലാണ്ടങ്ങ് ആയിപ്പോയി, കാരണം ദേവയാനിയുടെ മകനാണല്ലോ ആദർശ്. അപ്പോൾ അവനോട് തീരുമാനം എടുക്കണ്ട എന്നൊക്കെ പറയുമ്പം ദേവയാനിക്ക് ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു സങ്കടമൊക്കെ വരുമല്ലോ. അപ്പം ദേവയാനി അങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ഞായറാഴ്ച തീരുമാനിച്ചിരിക്കുകയാണ് വിവാഹം. അപ്പം എൻഗേജ്മെൻറ്റ് നിശ്ചയം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പിന്നെ നമ്മുടെ നവ്യനെയാണ് കാണിക്കുന്നത്. നവ്യ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണ്, എല്ലാകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാണല്ലോ. അപ്പോഴത്തേക്കും അവന്തിക അങ്ങോട്ടേക്ക് വന്നിട്ട്, അതെ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ എൻ്റെ ഇടത്തേക്ക് ഇഷ്ടമല്ലായിരിക്കും ഈ കാര്യം കേൾക്കുന്നത്, പക്ഷേ ഞാൻ പറയാം, ഞാനും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം അടുത്ത ഞായറാഴ്ചയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്താ അവന്തിക നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ നല്ലതല്ലേ, നിശ്ചയം നടക്കട്ടെ നല്ലതല്ലേ, അതിനിപ്പം ഞാൻ എന്തിനാ എതിർക്കുന്നത്, എനിക്ക് എതിർപ്പൊന്നുമില്ല, പിന്നെ എൻ്റെ ഭർത്താവിനോടും എന്നോടും ഒക്കെ ദേഷ്യമുള്ളവരോട് എനിക്ക് ദേഷ്യം തന്നെയാണ്, അല്ലാതെ എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല, എനിക്ക് നിന്നോടും അതുപോലെ ഈ പറയുന്ന എൻ്റെ ഭർത്താവുണ്ടല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ അനിയത്തിയല്ലേ നീ, അപ്പം ഞാൻ എന്തിനാ ഇതിനെ എതിർക്കുന്നത്, പിന്നെ അനി എൻ്റെ പക്ഷത്തൊന്നും അല്ല നിൽക്കുന്നത്, അനി എപ്പോഴും ആദർശിൻ്റെ നയനിയുടെയൊക്കെ കൂടെ തന്നെയാണ്, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല,
അവന്തിക നിനക്ക് നല്ലത് വരുന്ന കാണുന്നത് എനിക്ക് അതിഷ്ടം തന്നെയാണ്, ഈ വിവാഹം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവന്തിക അങ്ങ് പോയി. എന്നിട്ട് പിന്നെ നമ്മുടെ നവ്യ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലടി. കാരണം എൻ്റെ നന്ദു ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നന്ദുവിനെ. അപ്പോൾ അവരുടെ വിവാഹം നടക്കത്തുള്ളൂ, ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. ഇത് വെറുതെ ആടി. ഞാൻ എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കാൻ നോക്കും, ഞാൻ മാക്സിമം ശ്രമിക്കും അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി. സ്നേഹിച്ച് അവർ തമ്മിൽ വിവാഹം കഴിക്കട്ടെ, അത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ നീ ഇടങ്കോലിട്ട് നിന്ന് നിന്റെ മനസ്സിൽ എന്താണെന്നും നിന്റെ ആങ്ങളുടെ മനസ്സിൽ എന്താണെന്നും എല്ലാം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ മാക്സിമം എഫേർട്ട് ഇടും, അതുപോലെ നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹത്തിന് എന്നിങ്ങനെ സ്വയമേ പറഞ്ഞ് നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ പറയാണ് നവ്യ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവീനും നവീൻ്റെ മുത്തശ്ശനുമാണ് കേട്ടോ. അപ്പം നവീൻ്റെ മുത്തശ്ശൻ ഇവിടുത്തെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ട് നവീനോട് പറയാണ്, നീ അറിഞ്ഞായിരുന്നോ അനന്തപുരി തറവാട്ടിലെ അനിയുടെ വിവാഹം ഉറപ്പിച്ചു, നിനക്ക് ആലോചിച്ച പെണ്ണ് അവന്തികയുമായിട്ടാണ് ഉറപ്പിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വിവാഹം ഉറപ്പിച്ചെന്നോ? ഒരു അടുത്ത ഞായറാഴ്ചയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു വിവാഹം ഉറപ്പിക്കുന്നത്. പിന്നെ അവർ വലിയ ആൾക്കാരെ ഒന്നും വിളിക്കുന്നൊന്നുമില്ല എൻഗേജ്മെൻറ്റിന്. ഒന്നാമത് ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോഴത്തേക്കും നവീൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഡിവോഴ്സ് ആയില്ലെന്ന് ഓർത്തുകൊണ്ട് എൻഗേജ്മെൻറ്റ് നടത്തി വെക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഏതായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു, എത്രയും പെട്ടെന്ന് നടക്കട്ടെ, അതാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ആഗ്രഹമോ, നീ എന്തിനാ അവരുടെ വിവാഹം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ എടുത്തു ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവീൻ അങ്ങ് എന്താ പറയുക, ഒന്ന് കുതറി മാറുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അല്ല അനി ഇങ്ങനെ നിൽക്കുകയല്ലേ, അവനൊരു വിവാഹം കഴിച്ചു, അത് ഇപ്പം ഈ ഒരു സ്റ്റേജിലെത്തി നിൽക്കുന്നു, അവനും ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അവനും ഒരുപാട് സങ്കടങ്ങളൊക്കെ കാണും, അവനെൻ്റെ കൂട്ടുകാരനല്ലേ, മാത്രമല്ല അവന്തിക്ക് എനിക്ക് പെണ്ണാലോചിച്ചതല്ലേ, അപ്പം ഞാൻ കാരണം അവളിങ്ങനെ നിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വിഷമമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല നിൻ്റെ കാര്യം എന്തായി, ഇപ്പം അനി രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ പോകുന്നിട്ട് നീ ഒരു വിവാഹം പോലും കഴിച്ചില്ലല്ലോ, ഈ അമ്മയും മുത്തശ്ശനും കൂടെ കിടന്ന് തപ്പി കണ്ടുപിടിക്കുന്ന ആരെയും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു, ആ പെണ്ണ് എന്താ ഇതൊന്നും നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ആ പെണ്ണ് ആരാ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ഏതായാലും ഒരു പച്ചക്കൊടി കാണുന്നവരെ ഞാൻ ആ പെണ്ണിൻ്റെ പേര് പറയുന്നില്ല, മാത്രമല്ല ആ പെണ്ണോട് ഞാൻ ഇഷ്ടമുള്ള കാര്യമൊന്നും തുറന്ന് പറഞ്ഞിട്ടുമില്ല. നിങ്ങളിവിടെ ഒരു പച്ചക്കറി കാണിക്കുന്നവരെ ഞാൻ പറയാതിരിക്കും, നിങ്ങളിവിടെ ഒരു പച്ചക്കറി കാണിച്ചിട്ടേ പറയത്തുള്ളൂ. മുത്തശ്ശനെങ്കിലും എൻ്റെ അമ്മേനെ ഒന്ന് മാറ്റിയെടുക്കത്തില്ലേ ബ്രെയിൻ വാഷ് ചെയ്ത്, നമുക്കിഷ്ടമുള്ള പെണ്ണുങ്ങളല്ലേ നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അവളെയാ ഇഷ്ടം, അവള് ഒരു പോലീസുകാരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പം അതാ പ്രശ്നം. നിൻ്റെ അമ്മയ്ക്ക് പൊതുവെ പെണ്ണുങ്ങൾ ഇങ്ങനെ പോലീസുകാരി ആവുന്നതോ അതുപോലെ സ്വയം തീരുമാനം എടുക്കുന്നതോ അതുപോലെ തന്നെ പെണ്ണുങ്ങളിങ്ങനെ ജോലിക്ക് പോകുന്നതോ ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളതല്ല. നിൻ്റെ അമ്മയാണെങ്കിലും പണ്ടത്തെ തറവാട്ടിൽ ജനിച്ചു വളർന്ന് അവിടെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പക്ക വീട്ടമ്മയായിട്ട് വളർന്നത് കൊണ്ട് തന്നെ അതുപോലെ ഒരു പെണ്ണിനെ നിനക്ക് കണ്ടെത്തി തരണം, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അതുപോലെ ഒരു പെണ്ണിനെ നിനക്ക് കണ്ടെത്തി തരണം എന്ന് ആഗ്രഹിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റത്തില്ല. അവൾ വളർന്ന രീതി, അവളുടെ ചിന്താഗതി അതൊക്കെ തന്നെയാണ്. പിന്നെ അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പം പറ്റുന്ന കാര്യമൊന്നുമല്ല. ഏതായാലും മോനെ ഇത് നടക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നീ ഇനിയിപ്പോൾ ആ പെണ്ണിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞാലും ഇത് നടക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മേനെ വെറുപ്പിച്ചിട്ട് പോകേണ്ട വരുമെന്ന് പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ നവീൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് മുത്തശ്ശൻ അങ്ങ് പോയേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനിയെ വിളിക്കുകയാണ്. അനിയെ നവീൻ വിളിച്ചിട്ട് വിവാഹത്തിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ അനി അപ്പോഴാണ് അറിയുന്നത് തൻ്റെ വിവാഹം, അതായത് തൻ്റെ നിശ്ചയം ഞായറാഴ്ച നടക്കാൻ പോകുന്നതെന്ന് അപ്പോഴാണ് അനി അറിയുന്നത്. അപ്പോൾ അനി പെട്ടെന്ന് ഞെട്ടിയിട്ട്, നീ എന്താടാ നവീനെ ഈ പറയുന്നത്, എൻ്റെ വിവാഹ നിശ്ചയം അത് ഞാൻ അറിയാതെ നടത്തുന്നത്, നീ എന്താ നവീനെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, അല്ല എൻ്റെ മുത്തച്ഛനോട് നിൻ്റെ മുത്തച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ വിവാഹം നടത്തുന്നതുകൊണ്ട് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്, വിവാഹ നിശ്ചയമല്ലേ നടത്തുന്നത്, വിവാഹമല്ലല്ലോ. എനിക്ക് അവളെ ഇഷ്ടമല്ലെന്ന് നിനക്കറിയത്തില്ലേ, അവളെ എനിക്ക് എൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ചെറുപ്പം മുതലേ ഞാൻ അവളെ കണ്ടു വളർന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല, എല്ലാവരുടെയും അതിമോഹം മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം വന്ന് നമ്മുടെ അനി ഫോൺ കട്ട് ചെയ്തു. ഏതായാലും ഈ സമയത്ത് അനന്തപുരി തറവാട്ടിൽ നല്ല രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹം നടത്തുന്നതിനുള്ള കാര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഇനി തകൃതിയായിട്ട് നടക്കാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ അനിയും വന്നിട്ട് അപ്പോൾ അനി വന്ന ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞതും നമ്മുടെ ജാനകി പറഞ്ഞ ഉടനെ തന്നെ എനിക്ക് കേൾക്കണ്ട, അത് സന്തോഷ വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് സന്തോഷ വാർത്തയൊന്നുമല്ല, അതെ എൻ്റെ ഇതിൽ എനിക്കിത് സങ്കട വാർത്ത തന്നെയാണ്,
അത് സന്തോഷ വാർത്തയായിട്ട് എനിക്ക് തോന്നില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്ക് താല്പര്യമില്ലാത്ത വിവാഹം നിങ്ങൾ ആരും എൻ്റെ തലയിൽ കെട്ടിവെക്കരുത്. എനിക്ക് താല്പര്യമില്ല ഈ വിവാഹത്തിന്. ദയവ് ചെയ്ത് ആരും എൻ്റെ തലയിൽ കെട്ടിവെക്കരുത്. എന്നോട് ചോദിക്കാതെ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് തീരുമാനം എടുത്തു? ഞായറാഴ്ച എന്തിന് നിങ്ങൾ വിവാഹ നിശ്ചയം വെച്ചു എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് അവിടെ കിടന്ന് തുള്ളുവാണ്. അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, നിന്റെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല, ഇത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുക തന്നെ ചെയ്യും, നീ നോക്കിക്കോ എന്ന് പറയുമ്പോൾ അതിന് ഞാനല്ലേ വിവാഹം കഴിക്കുന്നില്ല, അമ്മയല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, അമ്മയ്ക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വേറൊരു ചെക്കനെ കണ്ടെത്തിയിട്ട് അമ്മ തന്നെ അവളുടെ വിവാഹം അങ്ങോട്ട് നടത്തി കൊടുക്കുക, അല്ലാതെ അവിടെ അവളുടെ കഴുത്തേക്ക് താലി കെട്ടാനായിട്ട് ഞാനുണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്ന് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കാണെങ്കിൽ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ നന്ദു ഉണ്ടോ എന്നൊരു സംശയം തോന്നുകയാണ് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ നന്ദു ഉണ്ടോ അവൻ്റെ മനസ്സിൽ എന്നിങ്ങനെ സംശയം തോന്നുന്നു. ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ അനിയോട്, നിന്റെ മനസ്സിൽ നന്ദു പഴയതുപോലെ നിന്റെ മനസ്സിൽ നന്ദു ഉണ്ടോ, അതുകൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കാരണം എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ അനി ഒന്നും മിണ്ടുന്നില്ല. അനി കലി വന്നിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജാനകിയാണെങ്കിൽ ഇവനിത് എന്തിൻ്റെ സൂക്കേടാണ്, എങ്ങനെയെങ്കിലും ആ പെങ്കൊച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു ഈ വിവാഹത്തിന് വേണ്ടി. എന്നിട്ട് അവൻ എന്താ ഈ കാണിക്കുന്നത്? അവന് ഒരു വെളിവുമില്ല, ഒരു വെള്ളിയാഴ്ചയില്ലേ, അവനൊന്ന് ചിന്തിച്ചാൽ പോരെ. അവൻ്റെ ആദ്യത്തെ ജീവിതവും ഫ്ലോപ്പായി. എന്നാൽ പിന്നെ ഈ ജീവിതമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകത്തില്ലേ? അവനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണാണല്ലോ, അവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണല്ലോ അവള്. അപ്പം പിന്നെ അവൻ അതെങ്ങനെ ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജയം പറയുന്നുണ്ട്, ഇഷ്ടമില്ലാതെ വിവാഹം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്രയ്ക്ക് നല്ല കാര്യമല്ലല്ലോ. ഇനി രണ്ടാമതും അവൻ്റെ ജീവിതം പരീക്ഷണത്തിൽ വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാനകി വീണ്ടും ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യും, ഞാൻ ഈ വിവാഹം നടത്തും എന്ന് പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതേ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പം നന്ദുവിൻ്റെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ നന്ദുവിനെ വിവാഹം ചോദിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലില്ല. ഞാൻ അവർക്ക് വാക്ക് കൊടുത്ത കാര്യമാണ് നന്ദുവുമായിട്ടുള്ള വിവാഹം, അത് വേണ്ട, അനിയെ താല്പര്യമില്ല അവർക്ക്. പിന്നെ എന്തിനു ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചല്ലേ പെണ്ണിനെ. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ദയവ് ചെയ്ത് നന്ദുവിനെ വിവാഹം ചെയ്യാനോ അല്ലെങ്കിൽ ഈ നമ്മുടെ അനിയെ വിവാഹം ചെയ്യാനോ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അതിനുവേണ്ടി കാല് പിടിക്കാമെന്ന് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് താല്പര്യമില്ല ആ വിവാഹത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ വാക്കും കൊടുത്തിട്ടുണ്ട്, ഇല്ല ഒരിക്കലും നമ്മുടെ അനിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുത്തശ്ശൻ ഏറ്റു പറയുകയാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തിടത്തോളം കാലം അവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് വെക്കില്ല, ഈ വിവാഹം തന്നെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശനും നിർബന്ധം പിടിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് നമ്മുടെ അനന്തപുരി തറവാട്ടിലല്ലോ നന്ദാവനത്തിൽ നമ്മുടെ കനകയും ഗോവിന്ദനും അറിയുന്നുണ്ട്. കനകയും ഗോവിന്ദനും ഇത് അറിയുമ്പോഴത്തേക്കും വല്ലാത്ത ഒരു ഷോക്കിൽ തന്നെയാണ്. കാരണം എനിക്ക് വിവാഹത്തിനോട് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പം നമ്മുടെ നന്ദുവായിട്ട് എന്തെങ്കിലും ബന്ധം കാണുമെന്ന് അവർ ചിന്തിക്കുമല്ലോ. മാത്രമല്ല നന്ദു വീട്ടിലെത്തുമ്പോഴത്തേക്കും നന്ദുവിൻ്റെ തലയിലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കനകദുർഗ. എന്നിട്ട് കനകദുർഗ പറയുന്നുണ്ട്, എല്ലാം ഒന്ന് സൂക്ഷിക്കണം, ചുറ്റിനും ശത്രുക്കളും മാത്രമേ ഉള്ളൂ മോളെ, നീ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട്, ശത്രുക്കളാണ് ഇപ്പോൾ കൂടുതലുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയുടെ കാര്യം പറയുന്നുണ്ട്. അനി ഇങ്ങനെ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ നന്ദൂനങ്ങ് എന്തോ പോലെയായിപ്പോയി. ഞായറാഴ്ച വിവാഹ നിശ്ചയമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും കനകദുർഗ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അവനുമായിട്ട്? ഇപ്പോഴും അവർ പഴയ റിലേഷൻ ഉണ്ടോ, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് നന്ദു കയറി പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും എല്ലാവരും കൂടെ ചേർന്ന് ഈ വിവാഹം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വിശേഷമാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഒരു 10 മണിയോടൊക്കെ കൂടി വിശേഷം പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ന് കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.